ഹായ് മക്കളെ, മുഞ്ചിത് സാറാണ്. 8ാം ക്ലാസ്സിൽ സ്കൂൾ തുറന്നു. നമ്മൾ 1-2 ആഴ്ച സ്കൂളിലൊക്കെ പോയി. കുറച്ചൊക്കെ നമുക്ക് മഴയുടെ അവധിയും കാര്യമൊക്കെ കിട്ടി. സോ മക്കൾ, നമ്മളിങ്ങനെ സീരിയസ് ആകാൻ വേണ്ടി പോവാണ്. സ്കൂളിൽ 8ാം ക്ലാസ് ആണ്. നിങ്ങൾക്ക് എങ്ങനെയുണ്ട് സ്കൂളിൽ പോയിട്ട് വൈബ് എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യുക. അഥവാ അടിപൊളിയാണ്, ഓക്കെ സെറ്റ് ആണെങ്കിൽ ഒരു ഗ്രീൻ ഹാർട്ട് കമന്റ് ചെയ്യുക. പക്ഷേ കുഴപ്പമില്ല അല്ലെ, ഒരു ഓക്കെ അങ്ങനെയാണെങ്കിൽ ഒരു പിങ്ക് ഹാർട്ട് കമന്റ് ചെയ്യുക. പക്ഷേ ബാഡ് വൈബ്, വീട്ടിലിരുന്നാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമന്റ് ചെയ്യുക കേട്ടോ. സോ മക്കൾസെ, ഇപ്പൊ ഞാൻ അവിടെ വന്നത് നിങ്ങൾ 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാ. ഒരുപാട് മക്കൾ മെസ്സേജ് അയച്ച് ചോദിച്ചൊരു കാര്യമാണ്. പക്ഷേ SPC ആണോ, NCC ആണോ, JRC ആണോ, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആണോ, ലിറ്റിൽ കൈറ്റ്സ് ആണോ, ഏതാണ് ബെറ്റർ, ഏതാണ് അടിപൊളി? മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാം അടിപൊളിയാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇതെല്ലാം നമുക്ക് ശരിയായിട്ടുള്ള ദിശാബോധം നൽകാനും നമ്മളെ ഒരു നല്ല കുട്ടിയാക്കി വിദ്യാർത്ഥിയാക്കി മാറ്റാൻ ഇവരെല്ലാം സഹായിക്കുന്നുണ്ട്. സോ എൻ്റെ മക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളുടെ സ്കൂളുകളിൽ NCC, SPC, JRC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ് പോലുള്ള യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മക്കളെ, അതിൽ ഏതെങ്കിലും ഒന്നിലും നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ അല്ലേ? നിങ്ങൾക്കറിയാം, സ്കൂൾ ഒരുപാട് കുട്ടികൾ 8ാം ക്ലാസ്സിലുണ്ടെങ്കിലും എല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റൂല. സോ അതിനൊരു ക്രൈറ്റീരിയ ഉണ്ട്, സെലക്ഷൻ പ്രോസസ്സുകൾ ഉണ്ടായിരിക്കും. എൻ്റെ മക്കൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ത് ചെയ്യടാ, അതിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. അതെന്തിനാ മാഷേ, നിങ്ങൾ SPC, NCCയിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ യൂണിഫോം ഇടേണ്ടി വരൂലേ? എല്ലാ കുട്ടികളും സ്കൂൾ യൂണിഫോം ഇടുന്ന സമയത്ത് SPC, NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആൻഡ് JRC കുട്ടികളൊക്കെ ചില പ്രത്യേക ദിവസങ്ങളിൽ അവരുടെ യൂണിഫോം ഇടേണ്ടി വരും, ആ യൂണിറ്റിന് യൂണിഫോം ഇടേണ്ടി വരും. സാർ, അത് ഭയങ്കര നെഗറ്റീവ് അല്ലേ? അല്ല, ബാക്കിയുള്ള കുട്ടികളെക്കാൾ നിങ്ങൾക്ക് എന്തോ പ്രിവിലേജ് ഉണ്ട്, നിങ്ങൾ അടിപൊളിയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. സോ അത് മാത്രമല്ല, നിങ്ങൾ ചില ദിവസങ്ങളിൽ ശനിയാഴ്ചകളിലൊക്കെ പരേഡൊക്കെ ഉണ്ടായിരിക്കും SPC, NCCക്കൊക്കെ. സോ സാറ്, അതൊക്കെ ബുദ്ധിമുട്ടല്ലേ, ശനിയാഴ്ച സ്കൂൾക്ക് വരണ്ടേ? മക്കളെ, നിങ്ങളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഇമോഷണലായിട്ടും സെറ്റ് ആക്കിയെടുക്കുക, ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിനൊക്കെ ഉദ്ദേശം. സോ മക്കൾസെ, ഒന്ന് ഓർമ്മപ്പെടുന്നതാണ്, ഇതുപോലെ ഏതെങ്കിലും യൂണിറ്റുകൾ നിങ്ങൾ സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മടി കാണിക്കാതെ നിങ്ങൾ ജോയിൻ ചെയ്ത ഒരു മികച്ച അവസരമാണ്. നിങ്ങളെ നല്ലൊരു കുട്ടിയാക്കി മാറ്റാൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ നിർണ്ണയിക്കാനൊക്കെ നിങ്ങളെ വലിയ രീതിയിൽ സഹായിക്കുന്ന ഒരു യൂണിറ്റുകളാണ് ഈ പറയുന്ന യൂണിറ്റുകളൊക്കെ. ഞാൻ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് SPCയുടെ വളണ്ടിയർ ആയിരുന്നു. സോ നമ്മൾ സ്കൂളിലെ എല്ലാ പ്രോഗ്രാമും നമ്മൾ വളണ്ടിയർഷിപ്പ് നമുക്ക് ഉണ്ടായിരിക്കും, ഒരു ലീഡർഷിപ്പ് നമുക്ക് ഉണ്ടായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ബാക്കിയുള്ള കുട്ടികളെക്കാൾ ഒരു പരിഗണന നമുക്ക് ടീച്ചർമാർക്കിടയിലൊക്കെ ഉണ്ടാകും. സോ അതൊക്കെ വളരെ നല്ല കാര്യമാണ്. സോ മക്കൾസ്, അതൊക്കെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ആൻഡ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതുപോലെ യൂണിറ്റുകളൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ഗ്രേസ് മാർക്കുകൾ 10ാം ക്ലാസ്സിലൊക്കെ നമുക്ക് ഗ്രേസ് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ +1 സീറ്റ് നമ്മൾ അപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ബോണസ് മാർക്ക് കിട്ടാനും പെട്ടെന്ന് തന്നെ +1 നമ്മൾ ഉദ്ദേശിച്ച സീറ്റ് കിട്ടാനൊക്കെ നമ്മൾ ഇതിന് സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല മക്കളെ, ഇതൊക്കെ ഉണ്ടെങ്കിൽ ചില യൂണിറ്റ് അഥവാ SPC, NCC പോലെയുള്ള യൂണിറ്റുകൾ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതിലൊക്കെ നമ്മൾ ഭാഗവാക്കായിട്ടുണ്ടെങ്കിൽ, വളണ്ടിയർഷിപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് PSC, UPSC, SSC പോലെയുള്ള ഒരുപാട് മത്സര പരീക്ഷകൾക്ക് നമുക്ക് എക്സ്ട്രാ ബോണസ് മാർക്കൊക്കെ ലഭിക്കും. സോ മക്കൾസ്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും സിമ്പിളായിട്ട് ഓർക്കേണ്ട കാര്യം, നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ലെവൽ വേർഷൻ അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ സംഘടനകളിലെ ട്രെയിനിങ് ഒക്കെ സഹായിക്കും. പ്രധാനപ്പെട്ട സാധനം, സാറേ ഈ ലിറ്റിൽ കൈറ്റ്സിന് യൂണിഫോം ഒന്നും ഇല്ലല്ലോ, ഇതിലെന്താണ് ജോലി? സാധാരണ കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് മക്കളെ. ലിറ്റിൽ കൈറ്റ്സ് ആണ് അടിപൊളിയായിട്ട് ഇവര് ഒരു യൂണിഫോംഡ് വിങ് ആണെങ്കിൽ, ലിറ്റിൽ കൈറ്റ്സ് ഒന്നും കൂടി ടെക്കി പരമായിട്ടുള്ള കാര്യങ്ങളാണ്. അഥവാ കമ്പ്യൂട്ടർ ബേസ്ഡ് നല്ല നോളേജ് ഉണ്ടാകും താല്പര്യമുള്ള കുട്ടികളാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ നല്ല ഗെയിമിങ്, അതുപോലെ തന്നെ എഡിറ്റിംഗ്, അങ്ങനത്തെ സംഭവമൊക്കെ താല്പര്യമുള്ള മക്കളാണ് നിങ്ങളെങ്കിൽ, നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യാൻ പറ്റൂടാ? ലിറ്റിൽ കൈറ്റ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ല, നിങ്ങൾക്ക് എല്ലാതും ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? സോ മക്കൾസെ, ഒരു നല്ല അവസരമാണ് ഇത്. 8ാം ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. 7ാം ക്ലാസ് കുട്ടികൾക്കും ഈ അവസരമില്ല, 9ാം ക്ലാസ്സുകാർക്കും ഈ അവസരമില്ല. സോ 8ാം ക്ലാസ്സിലെ മക്കളോടാണ് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക, സെറ്റ് ആക്കി എടുക്കുക. നമ്മുടെ ഒരു നെക്സ്റ്റ് ലെവൽ വേർഷൻ നമ്മൾ അൺലോക്ക് ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ്.